ഭാര്യയായിരുന്നില്ലേ മഹദി ഖദീജ? ഒരുപാട് കോടീശ്വരിയാകുന്ന ഖദീജ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഉമ്മയുടെ സ്നേഹം കൊടുത്ത ഖദീജ, ഒരു ഭാര്യയുടെ സ്നേഹം കൊടുത്ത ഖദീജ. എന്റെ പ്രിയമുള്ളവരെ, സുബ്ഹാനല്ലാഹ്, ഖദീജ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഒരുപാട് എല്ലാ ജനങ്ങളെയും ഖദീജ ബീബി അവിടെ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാ. ഖദീജ ബീബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാ. ഒരുപാട് പാട്ടുകൾ അവിടെ നിന്നുണ്ടായിരുന്നല്ലോ, ഒരുപാട് പാട്ടുകൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു പ്രണയമായിട്ട് പാട്ടുകളെ ഇന്ന് പ്രണയത്തിന്റെ തെറ്റായ പ്രണയത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു കാലത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ജനങ്ങളെ മൊത്തം ഇങ്ങനെ ഖദീജ ബീബി, കോടീശ്വരിയാകുന്ന ഖദീജ ബീബി ഇങ്ങനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യത്തിൽ മാണികമലരായ പൂവി മഹദിയാം ഖദീജ ബീബി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ. മാണികമലരായ പൂവി മഹദിയാം ഖദീജ ബീബി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരീ, വിലസിടും നാരീ എന്ന മധുരമായ ഒരുപാട് അർത്ഥമുള്ള പാട്ടുകളെ ഇന്ന് തെറ്റായ പ്രണയത്തിലൂടെ കൊണ്ടുപോവുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഖദീജ ബീബി അവിടെ നിന്നതാ മൊത്തം എല്ലാ ആളുകളെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ടോ ഖാതിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചേ. അവിടുന്നതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയാ അല്ലാഹുവിന്റെ ഹബീബിനെയും തുടങ്ങിയ ആളുകളെയും കച്ചവടത്തിന് വേണ്ടി അഴിക്കുകയാണ്. കച്ചവടം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ സെലക്ട് ചെയ്യാൻ ഖദീജ ബീബി രണ്ട് കാര്യങ്ങളാണ്. ഭർത്താവാകുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ സെലക്ട് ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ് ഖദീജ ബീബി തെരഞ്ഞെടുത്തത്. ഒന്നാമതായി തെരഞ്ഞെടുത്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയാ. രണ്ട്, റസൂലുള്ളാഹി ഒരു വിശ്വസ്തനാണല്ലോ. ഒരുപാട് കോടിക്കണക്കിന് വരുന്ന മുതലുമായിട്ടാണ് കച്ചവടത്തിനഴിച്ചത്. ഒരു രൂപ പോലും മോഷ്ടിക്കാതെ, ഒരു രൂപ പോലും തന്റേതായിട്ടുള്ള കാര്യത്തിന് പോലും ചെലവഴിക്കാതെ മുഴുവൻ കാര്യങ്ങളും ഖദീജ ബീബിയിലേക്ക് തന്നെ എത്തിച്ചു കൊടുത്തെങ്കിലേ അവിടുന്ന് സത്യസന്ധനായ നബി മുഹമ്മദ് മുസ്തഫ വിശ്വസ്തനായ കാഫിരീങ്ങളോലും മുനാഫിക്കീങ്ങളോലും റസൂലുള്ളാഹിനെ വിളിച്ചത് അൽ അമീൻ, അൽ അമീൻ, സത്യസന്ധനെന്ന്, സത്യവിശ്വസ്തനെന്ന് വിളിച്ചു പോയെങ്കിലേ അല്ലാഹുവിന്റെ ഹബീബിനെ ഖദീജ ബീബി സെലക്ട് ചെയ്യാൻ രണ്ട് കാരണങ്ങളാ. ഒന്ന്, റസൂലുള്ള സത്യസന്ധനാണ്. രണ്ട്, റസൂലുള്ള വിശ്വസ്തനാണ്. ഇന്ന് നമ്മൾ ഭർത്താക്കന്മാരെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലേ അവനക്ക് മുതലുണ്ടോ, അവനക്ക് കാറുണ്ടോ, അതുപോലെ തന്നെ അവന്റെ വീട് 3 അട്ടിക്കും 4 അട്ടിക്കും മുകളിലാണോ എന്നെല്ലാം ആണല്ലോ നമ്മൾ നോക്കുന്നത്. അല്ലാഹുവേ, ഖദീജ ബീബി സെലക്ട് ചെയ്തതുപോലെ ഞങ്ങൾക്കും സെലക്ട് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെയുള്ള മഹതിമാരുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ ഉമ്മമാരെയും വിശിഷ്യ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മമാരെയും പെങ്ങന്മാരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്.
കച്ചവടം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. മാത്രവുമല്ല അല്ലാഹുവിന്റെ ഹബീബ് ഇറാം ഗുഹയിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്, ദാന തപസ്സിരിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ വാനലോകത്തിൽ നിന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്നതാ അല്ലാഹുവിന്റെ ഹബീബ് ഇറാം ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാനലോകത്തിൽ നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ അവിടുന്ന് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ വഹയുമായിട്ട് നിവ്യബോധനവുമായിട്ടാണ് ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ കടന്നു വന്നത്. കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ഇഖ്റ യാ റസൂലല്ലാഹ്, ഇഖ്റ യാ റസൂലല്ലാഹ്, ഓതി നബിയേ, വായിക്ക് നബിയേ, വായിക്ക് നബിയേ, ഓതി നബിയേ. ആ സമയത്തതാ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖയോട് പറയുന്നു, ജിബ്രീലേ, എനിക്ക് ഓതാൻ അറിയൂല ജിബ്രീൽ, എനിക്ക് വായിക്കാൻ അറിയൂല ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പറയുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ അവിടുന്ന് വീണ്ടും പറയുകയാണ്, ഇഖ്റ യാ റസൂലല്ലാഹ്, ഇഖ്റ യാ റസൂലല്ലാഹ്, ഓതി നബിയേ, ഓതി നബിയേ, ഓതി നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു, ജിബ്രീലേ, എനിക്ക് ഓതാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ റസൂലുള്ളാഹിനെ ഇങ്ങനെ അങ്ങ് കൂട്ടിപ്പിടിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്കങ്ങ് ശരീരം മുഴുവനും ഇങ്ങനെ വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ഇങ്ങനെ പനി ബാധിക്കുകയാ, ശ്വാസം മുട്ടുണ്ടാവുകയാ, പനി ബാധിക്കുകയാണ്. നേരെ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ഇവിടുന്ന് ഓടി വരികയാ. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെയൊന്ന് പുതപ്പിട്ട് മൂടുവോ ഖദീജ, എന്നെയൊന്ന് പുതപ്പിട്ട് മൂടുവോ ഖദീജ. അല്ലാഹുവിന്റെ ഹബീബ് ഇറാം ഗുഹയിൽ നിന്ന് ഓടി വന്നിട്ട് തന്റെ ഭാര്യയുടെ അരികിലേക്കാ കടന്നു വരുന്നത്. ആ മഹദിയാകുന്ന ഖദീജ, ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നെയൊന്ന് പുതപ്പിട്ട് മൂടുവോ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തുന്നണക്കൂ ഖദീജ, പുതപ്പിട്ട് മൂടൂ ഖദീജ, ചേർത്തുന്നണക്കൂ ഖദീജ. അവിടുന്ന് ഖദീജ ബീബിയോട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, ഖദീജ, എനിക്കിങ്ങനെ ശരീരം കോരിത്തൊലിക്കുകയാണ്, ശരീരം മറക്കുന്നു ഖദീജ, എന്നെയൊന്ന് പുതപ്പിട്ട് മൂടുവോ ഖദീജ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുമ്പോ വാനലോകത്തിൽ നിന്ന് നിവ്യബോധനവുമായി ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ അവിടുന്ന് കടന്നു വരികയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, പുതപ്പിട്ടിങ്ങനെ മൂടിക്കിടക്കല്ലേ നബിയേ, പുതപ്പിട്ടിട്ടിങ്ങനെ മൂടിക്കിടക്കല്ലേ നബിയേ. അങ്ങയുടെ കുടുംബത്തിനെയും ലോകത്തിലുള്ള ജനങ്ങളെയും
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂ നബിയേ. അതുകൊണ്ട് പുതപ്പിട്ട് മൂടല്ലേ ഹബീബേ എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിലോ അവിടെന്നടാ അള്ളാന്റെ ഹബീബ് ആദ്യമായിട്ട് അള്ളാന്റെ ഹബീബ് ക്ഷണിച്ചത് ആര് എന്നറിയുവോ ഉമ്മമാരെ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് അള്ളാന്റെ ഹബീബ് ആദ്യമായി ക്ഷണിച്ച വനിത ആരെന്നറിയുവോ? മഹദി ഖദീജ. അവിടെന്ന് ഖദീജ ബീബിയോട് മുത്തുനബി തങ്ങൾ പറയുന്നു, ഖദീജ, ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഖദീജ അത് ഓക്കി അവലൻ ഖദീജ, ആദ്യമായിട്ട് ഞാൻ ഇന്നെ ഒന്ന് ക്ഷണിക്കട്ടെ ഖദീജ. ഖദീജ ബീബി അവിടെ നിന്ന് പറയുകയാണ്, ആമന്തു ബി റസൂലില്ലാഹ്, ഞാൻ അങ്ങയെ കൊണ്ട് വിശ്വസിച്ചു നബിയേ, ഞാൻ അങ്ങയെ കൊണ്ട് വിശ്വസിച്ചു നബിയേ എന്ന് മഹദി ഖദീജ അവിടെന്ന് പറഞ്ഞു പോയെങ്കിലേ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബിനെ സെലക്ട് ചെയ്യാൻ രണ്ട് കാര്യങ്ങളാ തിരഞ്ഞെടുത്തത്. ഒന്ന് സത്യസന്ധത, രണ്ട് വിശ്വസ്തത. ഒന്ന് സത്യസന്ധത, രണ്ട് വിശ്വസ്തൻ എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റും അല്ലാഹുവിന്റെ ഹബീബിനുണ്ടായിരുന്നു.